കണ്ണിന് ചുറ്റും കറുത്ത നിറവും കണ്ണിനടിയിൽ തടിപ്പും കണ്ണിന് ക്ഷീണവും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ കണ്ണുകൾ കൊണ്ട് ഓവർ വർക്ക് ചെയ്തിരിക്കുന്നു. കണ്ണുകൾക്ക് സംരക്ഷണം വേണമെന്നത് ആവശ്യപ്പെടുന്നു. കമ്പ്യൂട്ടറിലുള്ള നിരന്തരമായ ജോലിയോ ഓഫീസിൽ വർക്കുകളോ അല്ലെങ്കിൽ ദീർഘനേരം പഠിക്കുന്നത് കൊണ്ടോ മൊബൈലിൽ വളരെ നേരം നോക്കിയിരിക്കുന്നത് കൊണ്ടോ ഇത് സംഭവിക്കുക. കണ്ണുകൾ സംരക്ഷിക്കാൻ ഉപേക്ഷ വിചാരിക്കരുത്. അത് പിന്നെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാൻ വഴിയൊരുക്കും. ഇതിൽ നിന്നെല്ലാം ഒന്ന് പരിധി വരെ നമുക്ക് കണ്ണുകളെ നമുക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയും. അതിന് കുറച്ച് എങ്ങനെ എന്നല്ല ഇവിടെ പറയുന്നു. 2-3 ടിപ്പുകൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ ടിപ്പ് കുക്കുംബർ വളരെ നൈസായിട്ട് വളരെ കനം കുറച്ച് വട്ടത്തിൽ കണ്ടിച്ചെടുക്കുക. വട്ടത്തിൽ ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് തണുത്ത കുക്കുംബർ, ഫ്രിഡ്ജിലിരിക്കുന്ന കുക്കുംബറാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അല്പനേരം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരുപാട് തണുക്കണ്ട, അല്പനേരം ഫ്രിഡ്ജിൽ വയ്ക്കുക. കുക്കുംബർ കനം കുറച്ച് വട്ടത്തിൽ ഇതുപോലെ കണ്ടിച്ചെടുത്തിട്ട് അത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കണ്ണുകൾ അടച്ചു വെച്ച് കൺപോളകൾക്ക് മുകളിൽ ഇത് 2 കണ്ണിലും ഇങ്ങനെ വയ്ക്കണം. കൺപോളകൾക്ക് മുകളിലായിട്ട് 2 കണ്ണിലും വയ്ക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഡിസ്റ്റർബൊന്നും ഇല്ലാത്ത സമയത്ത് അത് വെച്ചുകൊണ്ട് 2 മണിക്കൂർ ഒരു 10 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ കിടക്കണം. ഇതിലാണെങ്കിൽ ഈ കുക്കുംബറിൽ ജലാംശം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ സി, സിലിക്ക ഇതെല്ലാം കണ്ണിന് പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇത് കണ്ണിൽ വെച്ച് ഒരു 10 മിനിറ്റ് നിൽക്കുക. ഇത് കണ്ണിൻ്റെ ക്ഷീണവും തീർക്കും. ചുറ്റുമുള്ള കണ്ണിൻ്റെ കറുപ്പ് മാറ്റും. ക്ഷീണം തീരുമ്പോൾ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പുകളും മാറാൻ തുടങ്ങും. കണ്ണിന് തിളക്കവും നൽകും. ഇനി അടുത്തതായിട്ട് ചെയ്യുമ്പോൾ തിളപ്പിക്കാത്ത പച്ചപ്പാൽ, നമ്മൾ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ, തിളപ്പിക്കാൻ മുമ്പായിട്ടുള്ള പാൽ അതെടുക്കുക. അതെടുത്തിട്ട് അല്പം തണുത്ത പാൽ എടുത്ത് അത് ഒരു കോട്ടൺ കൊണ്ടോ ചെറിയൊരു തുണി, നല്ല ശുദ്ധമായ തുണി കൊണ്ടോ അതിങ്ങനെ മുക്കിയിട്ട് പാലിൽ മുക്കിയിട്ട് കണ്ണിൻ്റെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ണിന് ചുറ്റുമായിട്ട് എവിടെയാണ് കറുപ്പ് കൂടുതലുള്ളത് അവിടെ ഒരു അല്പം കൂടുതലായിട്ട് ചെയ്ത് അല്പം മൃദുവായിട്ട് റബ്ബ് കൊടുത്ത് ഇങ്ങനെ ചെയ്യുക. 2 കണ്ണിലും മാറി മാറി ചെയ്യുക. ഇതിലുള്ള ലാക്റ്റാസിഡ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാൻ സഹായിക്കും. അതുപോലെ കണ്ണിന് ഉന്മേഷവും കുളിർമയും നൽകും. ഏറ്റവും പ്രയോജനകരമായുള്ളത് ആൽമണ്ട് ഡ്രോപ്സ് ആണ്. ഒരു തുള്ളി ആൽമണ്ട് ഡ്രോപ്സ് എടുത്ത് ഇത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു ആൽമണ്ട് ഡ്രോപ്സ് എടുത്തിട്ട് അതിങ്ങനെ വിരൽ തുമ്പ് കൊണ്ട് ഇതുപോലെ പറഞ്ഞതുപോലെ കൈയുടെ ഇങ്ങനെ കണ്ണിന് ചുറ്റും ഇതുപോലെ തടവി കൊടുക്കുക. അതുപോലെ തടവി പതിവായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങളൊരു 5 ദിവസം ചെയ്ത് കൊടുക്കുമ്പോൾ ആൽമണ്ട് ഡ്രോപ്സ് എളുപ്പം ഇതാകുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ് എളുപ്പം കിട്ടുന്നതാണ്. അത് ഒരു 5 ദിവസം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ തിളക്കം വർദ്ധിക്കുകയും ക്ഷീണവും തടിപ്പും കറുപ്പും എല്ലാം മാറി നല്ല ഉന്മേഷമുള്ളതായി തീരുകയും ചെയ്യും. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ മൊബൈലിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പഠിക്കുകയാണെങ്കിലും കുട്ടികളും ഇതുപോലെ ഒരേ ഇടത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ അല്ലാതെ ഫയലുകൾ നോക്കി അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന, അതും അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഏറെ നേരം നോക്കിക്കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കണ്ണ് ഒരേയിടത്ത് നിശ്ചലമായിട്ട് കുറേ നേരം നിൽക്കും. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ സ്ട്രെസ്സൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് കൂടുതൽ അതിന് എഫർട്ട് കൊടുത്ത് കണ്ണിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അതും കണ്ണിൻ്റെ ആരോഗ്യത്തിനെ നശിപ്പിക്കും. അതുകൊണ്ട്
ആ കണ്ണിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്കും എന്തുവാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണമണികൾ മുകളിലോട്ടും താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചലിപ്പിക്കുക കുറച്ച് നേരം. ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരുപാട് നേരം ഇരിക്കാൻ പറ്റത്തെങ്കിൽ 2 മിനിറ്റെങ്കിലും ഇങ്ങനെ ചലിപ്പിക്കുക. മുകളിലും താഴെയുമായിട്ട് കഴുത്ത് അനക്കാതെ കണ്ണുകളുടെ കൃഷ്ണമണി മാത്രം ആയിട്ട് 4 വശവും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൂടാതെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുക. കണ്ണടയ്ക്കുകയും തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയും 1 മിനിറ്റ് നിങ്ങൾ ചെയ്യണം. കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഇതെല്ലാം ഓഫീസിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്കിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് വിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. കണ്ണിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു റിലാക്സ് ആകും. കണ്ണുകളുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല ഇതാകും, സർക്കുലേഷൻ കൂടും. നമ്മുടെ കണ്ണുകൾക്കൊരു റിലാക്സായിട്ട് നമ്മൾ അനുഭവപ്പെടും. അതുകൂടാതെ പോഷകാഹാരങ്ങൾ, കണ്ണിനാവശ്യമായ വിറ്റാമിൻ എ അടങ്ങിയ പോഷകാഹാരങ്ങൾ കഴിക്കുന്നതിലൂടെയും ആരോഗ്യത്തിലുള്ള ആവശ്യത്തിനുള്ള ഉറക്കത്തിലൂടെയും എല്ലാം നിങ്ങൾക്ക് മനോഹരമായ തിളക്കമേറിയ ആരോഗ്യമുള്ള ഒരു കണ്ണുകളുടെ നിങ്ങൾ ഒരു ഉടമയായിത്തീരും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.